ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? പുരുഷ കമ്മീഷൻ വേണം പറഞ്ഞിട്ട് മുറവിൽ കൂട്ടുണ്ട്. അപ്പോൾ പുരുഷ കമ്മീഷൻ വന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, നല്ല ഗുണം ഉണ്ടാവുമോ അതല്ലെങ്കിൽ ദോഷമാണോ ഉണ്ടാവുക? എന്ത് കാര്യം ഉണ്ടായാലും അത് ദുരുപയോഗം ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട് ഇല്ലേ? ഇപ്പോൾ വനിതാ കമ്മീഷൻ വന്നിട്ട് എന്താ, പിന്നെ അവർ സ്വമേധയാ വല്ല കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു നടപടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ലാതെ നമ്മളൊരു നേരിട്ട് അവിടെ പോയൊരു പരാതിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അന്വേഷണമൊക്കെ ചിലപ്പോൾ ഉണ്ടായിന്ന് വരും. എന്താന്നൊക്കെ അന്വേഷിക്കും. പക്ഷെ അതിനൊരു നമ്മൾ ചെന്ന നമ്മുടെ ആവശ്യം മാന്യമായിട്ട് നിറവേറി പോരുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടാവാറില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാലും സ്ത്രീകൾക്ക് വനിതാ കമ്മീഷൻ ഉണ്ട്, സ്ത്രീകൾക്ക് മുൻഗണന ഉണ്ട്, കുടുംബ കോടതി ഉണ്ട്, ഒക്കെ ഉണ്ട്. അതായത് പിന്നെ സ്ത്രീകൾക്ക്, അതായത് പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം അല്ലെങ്കിൽ വീട്ടു പ്രശ്നങ്ങളായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പോകാനായിട്ട് കുടുംബ കോടതി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും എന്താ പറയുക, നമുക്ക് വിചാരിച്ചത്ര ഗുണമൊന്നും അതുകൊണ്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എവിടെയും ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ അവരും അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പെരുമാറുന്നത് നമ്മളെടുത്ത്. അതുകൊണ്ടാണ് നമുക്ക് സ്ത്രീകൾക്ക് നീതി കിട്ടാത്തത്. അവരത് മനസ്സിലാക്കുന്നുണ്ട്, ദുരുപയോഗം ഉണ്ട് അല്ലെങ്കിൽ വ്യാജ പരാതികളുണ്ട്, അതൊക്കെ ഉണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ സ്ത്രീകളൊരു പരാതിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരത് എന്താ പറയുക, വ്യാജ പരാതി ആണെന്ന് അല്ലെങ്കിൽ അതൊരു ദേഷ്യത്തിൻ്റെ പുറത്ത് ഒരു പണി കൊടുക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ അവർക്ക് തന്നെ മനസ്സിലായിട്ടുള്ള ആ ഒരു രീതിയിലുള്ള സംസാരം നമുക്കതിൽ നിന്നുള്ള ആ ഒരു എന്താ പറയുക റിസൾട്ട് നമുക്ക് അങ്ങനെയാണ് കിട്ടുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ 2-3 കാര്യങ്ങൾക്ക് അങ്ങനെ വേണ്ടിയിട്ട് നമ്മൾ കുറേയൊക്കെ അല്ലേ ക്ഷമിക്കുള്ളൂ. പിന്നെ കുറേ നമ്മൾ മധ്യസ്ഥക്കാർ ഇടപെട്ടിട്ടും പിന്നെ അല്ലെങ്കിൽ ന്യായമായ രീതിയിൽ അതൊരു കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മൾ സ്ത്രീകൾക്ക് പോകാനുള്ള ഒരിടമാണ് കുടുംബ കോടതിയും അതേപോലെ വനിതാ കമ്മീഷനൊക്കെ, പോലീസ് സ്റ്റേഷനും. നമുക്ക് അവിടെ നിന്നൊരു നീതി കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെ പോകും? അപ്പോൾ അവരും നമ്മളൊരു പരാതിയായിട്ട് ചെല്ലുമ്പോൾ അവരും കണക്കാക്കണത് അത് തന്നെയാണ്. അതായത് ഇതൊരു വ്യാജ പരാതി ആണ് എന്ന് അവരെന്നെ അങ്ങോട്ട് തീരുമാനിക്കുകയാണ്, വ്യാജ പരാതിയാണ്. അതല്ലെങ്കിൽ നമ്മൾ അവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിക്കുകയാണെന്നാണ് അങ്ങനെ തീരുമാനിക്കുന്ന അതുണ്ട്. ഇപ്പോൾ ഒരു ഭാര്യ, ഒരു പെണ്ണിനെ 2 കുട്ടികളായിട്ട് തന്നെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി എന്ന് വിചാരിക്കുക. ഉപേക്ഷിച്ച് 2 കുട്ടികളായിട്ട് ഉപേക്ഷിച്ച് അവൾക്ക് കല്യാണത്തിന് കൊടുത്ത സ്വർണങ്ങളൊക്കെ എടുത്ത് എല്ലാം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് 2 കുട്ടികളെയും തലയിൽ വെച്ച് കൊടുത്തിട്ട് അവരുടെ സുഖം നോക്കി നടക്കുക. ഒരു പെണ്ണിന് എവിടെ പോയി പറയാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റുന്നത് കുടുംബ കോടതിയാണ്. അല്ല, അവിടെ ചെന്നാലത് നമ്മളൊരു കുട്ടികൾക്ക് ബിസ്ക്കറ്റ് വാങ്ങാൻ നമ്മൾക്ക് കഴിവില്ലാണ്ടാണ് നമ്മൾ അയാളിൽ നിന്ന് ആ കുട്ടികൾക്ക് ചെലവിന് കിട്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോടതിയെ സമീപിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കേസ് അവിടെ ഫയൽ ചെയ്യണമെങ്കിൽ തന്നെ 5000, 6000, 10,000-ൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഒരു കേസ് അവിടെ ഫയൽ ചെയ്യാൻ. എന്നിട്ട് കേസ് ഫയൽ ചെയ്ത് കൊടുത്ത് അപ്പോൾ നമ്മൾ ഈ മക്കൾക്ക് ബിസ്ക്കറ്റ് വാങ്ങണ പൈസ ആണ് അവിടെ കൊണ്ടു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഓരോ മാസം കേസ് വിളിക്കുമ്പോഴും നമ്മൾ കറക്റ്റായിട്ട് പോകണം.
നമ്മൾ ചെന്നില്ലെങ്കിൽ പിന്നെ അതിന് വാല്യൂ ഇതില്ല, തള്ളിപ്പോവും അങ്ങനെ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അവിടെ പോകണം. പക്ഷെ എതിർകക്ഷി ചിലപ്പോൾ വരില്ല. എതിർകക്ഷി എന്താ വിചാരിക്കുക, എന്തായാലും കൊടുത്തില്ലേ നടക്കട്ടെ കുറേന്ന് അവരങ്ങ് തീരുമാനിക്കും. അപ്പം നമ്മൾ പിന്നെ എന്താ പറയുക, ഇങ്ങനെ നടക്കന്നെ നമ്മൾ മക്കൾക്ക് ചിലവിന് വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 മാസം കൂടുമ്പോൾ 1.5 മാസം കൂടുമ്പോൾ കുടുംബ കോടതിക്ക് ഇങ്ങനെ പോവുക. നമ്മൾ അന്നത്തെ ഒരു എന്തെങ്കിലും വല്ല ചെറിയ പണിക്ക് പോകണ്ടെങ്കിൽ അന്നത്തെ ഒരു പണി പോകും. പിന്നെ എന്താ പറയുക, അന്ന് വക്കീലിന് 1000, 1200, 1500 വക്കീൽ ഫീസ്. അങ്ങനെ നമ്മൾ 2 വർഷം 5 വർഷമൊക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് എന്താ വിധി വരുന്നത്, ഇത്ര എമൗണ്ട് കൊടുക്കണം എന്നാണ് പറയും. അവിടെ നിന്ന് പറയും എന്ത് വിധി വരും. വന്നിട്ട് എന്താ ആളടക്കൂല. എന്നിട്ട് ആൾക്ക് പിന്നെയും സമയം കൊടുക്കുക, അടക്കാൻ സമയം കൊടുക്കുക. എന്നിട്ട് 1.5 മാസത്തിനോ 2 മാസത്തിനൊക്കെ സമയം കൊടുക്കുക, അല്ലെങ്കിൽ 6 മാസത്തിന് സമയം കൊടുക്കുക. എന്നിട്ട് ആ സമയത്ത് അടച്ചില്ലെന്നുണ്ടെങ്കിൽ അവർ പിടിച്ച് കൊണ്ടുപോയിട്ട് അവരെന്താ പറയുക, ജയിലിൽ കൊണ്ടുപോയിടും. ജയിലിൽ കൊണ്ടുപോയിട്ട് ഒരു 3 മാസം എങ്ങനെ അവിടെ കിടന്ന് അവർ കൂളായിട്ട് ഇറങ്ങിപ്പോകും. ഇതോടെ നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? ഈ 10 കൊല്ലം നമ്മൾ കോടതിയിലേക്ക് നടന്ന ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് നമ്മളങ്ങ് തീരുമാനിക്കും. മുസ്ലിങ്ങളല്ല, പെണ്ണുങ്ങൾ തന്നെ തീരുമാനിക്കും. ഈ കോടതിയിൽ പോണ പൈസ കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, പൈസ കൊണ്ട് കൊടുക്കാമെന്നാണ് തീരുമാനിക്കുക. അപ്പോൾ കോടതി പോവില്ല. അപ്പോൾ ഇവർ ജയിലിൽ പോയി കിടന്നുകൊണ്ട് ഇപ്പോൾ നമുക്ക് എന്താ ഉപകാരം, ഈ കുട്ടികൾക്ക് എന്താ ഉപകാരം? നമുക്ക് കൊടുത്ത സ്വർണവും നമുക്ക് കിട്ടില്ല. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. പ്രസവത്തിന് കൊണ്ടുവരുമ്പോഴേലും അടുക്കള കാണാൻ വരില്ലേ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് പലവിധ സാധനങ്ങളും ഗൃഹോപകരണങ്ങളൊക്കെ നമ്മളവിടെ കൊണ്ടുപോയിട്ടുണ്ടാവും. അതൊന്നും നമുക്ക് കിട്ടില്ല. പിന്നെ നമ്മൾ കൊടുത്ത പണമായിട്ട് കൊടുത്തതും കിട്ടില്ല, നമ്മൾ സ്വർണ്ണമായിട്ട് കൊടുത്തതും കിട്ടില്ല. 2 മക്കളെയും കിട്ടി പ്രാരാബ്ദവും കാര്യങ്ങളും കഷ്ടപ്പാടായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അപ്പം നമുക്ക് എവിടെ നീതി കിട്ടുന്നത്? അപ്പം അതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ പുരുഷ കമ്മീഷൻ വന്നിട്ടും എന്തപ്പോൾ അതുകൊണ്ട് പ്രയോജനം? ഇപ്പോഴുള്ള ആ അവസ്ഥ തന്നെ. പുരുഷ കമ്മീഷൻ വന്നാലും അതിനുണ്ടാവും ഒരു ദുരുപയോഗം. അവിടെ ഈ സത്യസന്ധത ഉള്ള ഒരു 100% സത്യസന്ധത ഉണ്ടെങ്കിൽ അതും കൂടി ഈ പുരുഷ കമ്മീഷൻ വന്നാൽ ഇല്ലാണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് പുരുഷ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ള മുറവിളികളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഫോണിൽ ഇങ്ങനെ യൂട്യൂബിലും ഇതിലൊക്കെ വരുന്നുണ്ട്. ഞാൻ പറയണത് ഈ വനിതാ കമ്മീഷൻ ഉണ്ടായിട്ട് തന്നെ ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ പുരുഷ കമ്മീഷൻ വന്നാലെന്താ, ഈ സ്വമേധയാ കേസ് എടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് വനിതാ കമ്മീഷന്, അതേപോലെ ശിശുക്ഷേമ സമിതിയൊക്കെ സ്വമേധയാ കേസ് എടുക്കുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ അങ്ങനെ വേണമെങ്കിൽ ചിലപ്പോൾ അവിടെ വല്ല നീതിയൊക്കെ കിട്ടിയെന്ന് വരും. കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അതും കൂടി ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്കാണ് പോണതെന്നാണ് തോന്നുന്നത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു മൊബൈൽ നമ്മുടെ കയ്യിൽ കിട്ടി, അതുകൊണ്ടും ദുരുപയോഗങ്ങൾ നടക്കണില്ലേ? എന്തൊരു കാര്യം ആയാലും നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ദുരുപയോഗം ചെയ്യുക എന്നുള്ളത് നമ്മുടെ മനുഷ്യരുടെ ഒരു സ്വഭാവമാണത്. അതിപ്പോൾ നിയമങ്ങളും അങ്ങനെ തന്നെയാണ്. അതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.